ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു സബ്ജക്റ്റാണ് ഡീൽ ചെയ്യുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്നാണ് നമ്മുടെ മൊഡ്യൂളിൻ്റെ പേര്. അതിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം പാർട്ട് 1 ആണ് നമ്മൾ ഇന്ന് എടുക്കുന്ന ക്ലാസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം തന്നെ നമുക്ക് ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണ് എന്നൊന്ന് നോക്കാം. ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ്, എ വെറൈറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാർക്കറ്റ് ആൻഡ് ഇൻസ്ട്രുമെന്റ് വിച്ച് ഫെസിലിറ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ് ഫ്രം സേവേഴ്സ് ടു ബോറോവേഴ്സ്. എന്താണ് പറഞ്ഞത്? ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് അല്ലേ? സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ വെറൈറ്റീസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? കുറേ ആക്ടിവിറ്റീസും ഇൻസ്റ്റിറ്റ്യൂഷൻസും മാർക്കറ്റും അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റും കൂടെ ചേരുന്നതാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവയ്ക്ക് എന്തിനാണ് ഇങ്ങനെ ചേരുന്നത്? വിച്ച് ഫെസിലിറ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ്. എന്താണ്? റിസോഴ്സ് ട്രാൻസ്ഫർ ചെയ്യണം. ആരിൽ നിന്ന് ആരിലേക്ക്? സേവേഴ്സിൽ നിന്ന് ബോറോവേഴ്സിലേക്ക് റിസോഴ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം ആക്ടിവിറ്റീസും ഇൻസ്റ്റിറ്റ്യൂഷൻസും മാർക്കറ്റും അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റും ചേരുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫണ്ടിന്റെ ട്രാൻസ്ഫർ ആരിൽ നിന്ന്? സേവേഴ്സിൽ നിന്ന് ബോറോവേഴ്സിലേക്ക് ഫണ്ടിന്റെ ട്രാൻസ്ഫർ നടക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആക്ടിവിറ്റീസും ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ മാർക്കറ്റും ഇൻസ്ട്രുമെന്റും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊമോട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. എന്താണ്? ഫിനാൻഷ്യൽ സിസ്റ്റം എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു? ഇൻകം സേവ് ചെയ്യാനും അതുപോലെ തന്നെ സേവ് ചെയ്തിരിക്കുന്ന ഇൻകം ഇൻവെസ്റ്റ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? ഫിനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻ ആണ് നടക്കേണ്ടത്. അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയുണ്ട്? ഒരു കൂട്ടം ആക്ടിവിറ്റീസും വെറൈറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും മാർക്കറ്റും അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ അസറ്റുകളുമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ സേവേഴ്സിന്റെ കയ്യിൽ ഇരിക്കുന്ന ഫണ്ട് ബോറോവേഴ്സിലേക്ക് എന്താവും? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ഈ ഫിനാൻഷ്യൽ സിസ്റ്റം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു ഡെഫിനിഷൻ എന്നൊന്ന് നോക്കാം. എ ഫിനാൻഷ്യൽ സിസ്റ്റം ഈസ് ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് ഇന്റർഡിപെൻഡന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ്? ഒരു കൂട്ടം. ഇവിടെയും നമ്മൾ പറഞ്ഞു ഒരു കൂട്ടമാണ്. എന്തിൻ്റെയാണ്? ഇന്റർഡിപെൻഡന്റ് ആയിട്ടുള്ള, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കൂട്ടം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, മാർക്കറ്റ്സ്, ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രാക്ടീസസ്. എന്താണ്? കുറേ കാര്യങ്ങൾ ഇന്റർഡിപെൻഡന്റ് ആണ് എന്നാണ് പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാർക്കറ്റ്, ഇൻസ്ട്രുമെന്റ് അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രാക്ടീസസ് വിച്ച് ഫെസിലിറ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്. ഇവിടെയും എന്ത് തന്നെയാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്? ഫണ്ടിന്റെ ട്രാൻസ്ഫർ ആണ്. നമുക്കറിയാം ഫണ്ട് ആരിൽ നിന്ന് ആരിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? സേവേഴ്സിൽ നിന്നും ബോറോവേഴ്സിലേക്കാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഡെഫിനിഷനിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? എ സെറ്റ് ഓഫ് ഇന്റർഡിപെൻഡന്റ്. ആ ഒരു വാക്ക് അവിടെ വരുന്നുണ്ട്. എന്താണ്? ഇന്റർഡിപെൻഡന്റ് ആണ്. ഇവ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് അല്ലേ? ഇൻസ്റ്റിറ്റ്യൂഷനും മാർക്കറ്റും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനും ഇൻസ്ട്രുമെന്റും തമ്മിൽ, മാർക്കറ്റും ഇൻസ്ട്രുമെന്റും തമ്മിൽ, അതുപോലെ തന്നെ ഈ സർവീസ് ആണ് പ്രൊസീജിയർ ആൻഡ് പ്രാക്ടീസിൽ പറയുന്നത്. അങ്ങനെ എല്ലാം തമ്മിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ സേവേഴ്സിന്റെ കയ്യിലുള്ള ഫണ്ട് ബോറോവേഴ്സിന്റെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമോ അതിനെല്ലാം കൂടെ വേണ്ടിയിട്ട് അവർ ഇന്റർഡിപെൻഡന്റ് ആയിട്ട് അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേറ്റഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്താണ്? കൂട്ടായ്മയാണ് ഇല്ലേ? ഒറ്റയ്ക്ക് ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. പല സംഭവങ്ങളുടെ കൂട്ടായ്മയാണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് റോൾ ഓർ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം നോക്കാം. അതായത് റോൾ എന്ന് ചോദിച്ചാലോ ഫങ്ഷൻസ് എന്ന് ചോദിച്ചാലോ എന്ത് തന്നെയാണ്? നമുക്ക് ഈ താഴെ പറയുന്നത് തന്നെയാണ് എന്തിൻ്റെ ഫങ്ഷൻസ്? ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ്. ഒന്നാമത്തതാണ് എൻകറേജ് സേവിങ്സ്. എന്താണ്? സേവിങ്സിനെ എൻകറേജ് ചെയ്യുന്നു. എങ്ങനെയാണ്?
സേവിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ ഒരു പോർഷൻ നമ്മൾ ചെലവാക്കാതെ മാറ്റി വെക്കുന്നതാണ് സേവിങ്സ് അല്ലേ? ഇങ്ങനെ മാറ്റി വെച്ചാൽ ഇതുപോലെയുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്കതിൽ നിന്ന് റിട്ടേൺ കിട്ടും എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മളിലേക്ക് എത്തിക്കുകയും അതുവഴി സേവിങ്സിനെ എൻകറേജ് ചെയ്യാനും എന്ത് സഹായിക്കുന്നുണ്ട്? ഫിനാൻഷ്യൽ സിസ്റ്റം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണ്? എൻകറേജ് സേവിങ്സ്. ഓക്കെ, അതിനുശേഷം മൊബിലൈസേഷൻ ഓഫ് സേവിങ്. എന്താണ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്? ഈ സേവിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡുമാണ് സേവ് ചെയ്യുന്നത്. ദെൻ അങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻകത്തെ അല്ലെങ്കിൽ സേവിങ്സിനെ മൊബിലൈസ് ചെയ്യണം ഇല്ലേ? കളക്ട് ചെയ്ത് ഒന്നിച്ചു കൊണ്ടുവരണം. അങ്ങനെ ഒന്നിച്ചു കൊണ്ടുവരാൻ എന്ത് സഹായിക്കുന്നുണ്ട് നമ്മളെ? ഫിനാൻഷ്യൽ സിസ്റ്റം സഹായിക്കുന്നു. പല പല ഇൻഡിവിജ്വലിന്റെ കയ്യിലിരിക്കുന്ന സേവിങ്സ് ഒരുമിച്ച് കൊണ്ടുവരാൻ എന്ത് സഹായിക്കുന്നു? ഫിനാൻഷ്യൽ സിസ്റ്റം സഹായിക്കുന്നു. അതിനുശേഷം അലോക്കേഷൻ ഓഫ് ഫണ്ട്. എന്താണ് ഈ സേവിങ്സ് എന്താണ് മൊബിലൈസ് ചെയ്തിട്ട് അത് ചുമ്മാ വെച്ചേക്കാണോ ചെയ്യുന്നത്? അല്ല, അത് ആവശ്യമുള്ള ആൾക്കാർക്ക്, അതായത് ബോറോവേഴ്സിന് എന്ത് ചെയ്യണം? സിസ്റ്റമാറ്റിക് ആയിട്ട് അത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഫണ്ടിനെ എന്ത് ചെയ്യണം? മൊബിലൈസ് ചെയ്ത ഫണ്ടിനെ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ആരുടെ റോളാണ്? ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ റോളാണ് അലോക്കേഷൻ ഓഫ് ഫണ്ട്. ദെൻ അതിനുശേഷം പൂളിംഗ് ഓഫ് ഫണ്ട്. എന്താണ്? സമാഹരിക്കുക, ഫണ്ടുകൾ സമാഹരിക്കുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷനാണ്? ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ റോളാണ്. അതിനുശേഷം ഹെൽപ്സ് ഇൻ ക്യാപിറ്റൽ ഫോർമേഷൻ. എന്താണ് ക്യാപിറ്റൽ ഫോർമേഷൻ? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കെല്ലാം അറിയാം അല്ലേ? എന്താണ്? ഒരു ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു ബിസിനസ് നടത്തുക എന്ന് പറയുന്നത് ഒരുപാട് ക്യാപിറ്റലൊക്കെ ആവശ്യമുള്ള ഒരു പ്രക്രിയയാണ്. ചിലപ്പോൾ ആ ഫുൾ എമൗണ്ട് ആരുടെ കയ്യിൽ കാണണം എന്നില്ല, നമ്മുടെ ഓണറുടെ കയ്യിൽ കാണണം എന്നില്ല. അപ്പോൾ ഇതുപോലെ ക്യാപിറ്റൽ വേണ്ട സമയത്ത് ക്യാപിറ്റൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഷെയറോ ഡിബഞ്ചറോ ഒക്കെ ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു ഫംഗ്ഷനാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഫോം ചെയ്യുക എന്നുള്ളത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു ഫംഗ്ഷനാണ്. അത് പല രീതിയിലാവാം. അത് ഒന്നുകിൽ ഷെയർ ഇഷ്യൂ ചെയ്താകാം, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്താകാം, അല്ലെങ്കിൽ പല ഇൻസ്ട്രുമെന്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ എന്താണ് ക്യാപിറ്റൽ ഫോം ചെയ്യുക അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു ഫംഗ്ഷനാണ്. ലാസ്റ്റ് നമ്മൾ പറയുന്നു ജനറേറ്റ് ഇൻഫർമേഷൻസ്. എന്താണ്? ഇൻഫർമേഷൻസ് ജനറേറ്റ് ചെയ്യുക. എന്ത് ഇൻഫർമേഷൻ? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ആണ് ഇവിടെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ? ഫിനാൻഷ്യൽ സിസ്റ്റത്തിലൂടെയാണ് ഒരു രാജ്യത്തുണ്ടാകുന്ന ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നത്? ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? റോൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം ആണ്. ആദ്യം നമ്മൾ പറഞ്ഞു എൻകറേജ് സേവിങ്സ്, രണ്ടാമതായിട്ട് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്, ദെൻ അലോക്കേഷൻ ഓഫ് ഫണ്ട്, പൂളിംഗ് ഓഫ് ഫണ്ട്, അതുപോലെ തന്നെ ഹെൽപ്സ് ഇൻ ക്യാപിറ്റൽ ഫോർമേഷൻ, ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ജനറേറ്റ് ഇൻഫർമേഷൻ. ഇത്രയുമാണ് നമ്മൾ ബേസിക് ആയിട്ട് നോക്കുമ്പോൾ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ റോൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം കമ്പോണൻസ് ഓർ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എന്താണ് സ്ട്രക്ചർ അല്ലെങ്കിൽ കമ്പോണൻസ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം? ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ കമ്പോണന്റ് അല്ലെങ്കിൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഡെഫിനിഷനിൽ നിന്ന് പഠിച്ച കുറേ വാക്കുകളുണ്ട് അല്ലേ? സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ്, ഇൻസ്ട്രുമെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ഒരു ഡെഫിനിഷനിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതേ കമ്പോണൻസ് അല്ലെങ്കിൽ അതേ കാര്യങ്ങൾ തന്നെയാണ് എവിടെയുള്ളത്? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ കമ്പോണൻസിലുള്ളത്. നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ സ്ട്രക്ചറിൽ വരുന്ന ഫസ്റ്റ് ഐറ്റം ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്? അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ അസറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. എന്താണ് ഫിനാൻഷ്യൽ അസറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്? അതിനുശേഷം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലാസ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ സർവീസ്. അപ്പോൾ എന്തൊക്കെ ചേരുന്നതാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ മാർക്കറ്റ്, അസറ്റ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സർവീസ് എല്ലാം എന്താണ് ഫിനാൻഷ്യൽ നേച്ചറിലുള്ളതാണ്. അപ്പോൾ ഈ 4 ഫിനാൻഷ്യൽ നേച്ചറിലുള്ള കമ്പണന്റുകൾ
കൂടിച്ചേരുന്നതാണ് അല്ലെങ്കിൽ അതിന്റെ ഇന്റർ ഡിപ്പെൻഡൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഈ 4 നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ പാർട്ടായിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഓരോന്നിനകത്തു നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് നോക്കാം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ ചെറുതായിട്ടൊന്ന് ഒരുപാട് വലുതാക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കാം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് നമ്മൾ മെയിനായിട്ട് 4 ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഓൾറെഡി നമ്മൾ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ആണ്. എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ അസറ്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ലാസ്റ്റ് ഫിനാൻഷ്യൽ സർവീസ്. അപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ കമ്പോണൻസ് പറയുകയാണെങ്കിൽ ഈ 4 കമ്പോണന്റ് ആണ് നമുക്കുള്ളത്. അതിൽ ഓരോന്നിനും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്ത് ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും ആണ് വരുന്നത്. ഇവ മാത്രമല്ല വേറെയും ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട്. പക്ഷെ നമ്മളുടെ സിലബസിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഏരിയ എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. മറ്റേതിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനുണ്ട്? ക്യാപിറ്റൽ മാർക്കറ്റിനും മണി മാർക്കറ്റിനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ 2 ക്ലാസിഫിക്കേഷൻ ആണ്, ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും. ഇനി നമുക്ക് ഫിനാൻഷ്യൽ അസറ്റിലോട്ട് പോവുകയാണെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റിനെയും ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ 2 ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റും അതുപോലെ തന്നെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സും. ഓക്കെ, ഫിനാൻഷ്യൽ അസറ്റ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്നും മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അവിടെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ട്, അതുപോലെ തന്നെ നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. എന്തൊക്കെയാണ്? ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനുമാണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അകത്ത് വരുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഫിനാൻഷ്യൽ സർവീസസ് ആണുള്ളത്. ഫിനാൻഷ്യൽ സർവീസസ് നോക്കുകയാണെങ്കിൽ വെഞ്ചർ ക്യാപിറ്റൽ, മെർച്ചന്റ് ബാങ്കിങ്, മ്യൂച്വൽ ഫണ്ട്, ലീസിംഗ്, ഏകദേശം ഇത്രയാണ് നമുക്ക് വരുന്നത്. ഇതിന് ശേഷമുള്ളതൊക്കെ നമ്മൾ ഓരോന്നും ഓരോ പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനകത്ത് എക്സ്ട്രാ വരുന്ന പോയിന്റുകളൊക്കെ നമ്മൾ പറയും കേട്ടോ. അപ്പൊ നമുക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ, ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ? എന്താണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്? 4 കമ്പോണൻസ് ചേർന്നിട്ടുള്ളതാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ അസറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ്. ഓരോന്നിനും സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഓരോന്നും നമ്മൾ ഓരോ പാർട്ടായിട്ട് പഠിക്കും. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഇതൊക്കെ എന്താണെന്ന് നോക്കാം. എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്? നമുക്കൊന്ന് നോക്കാം. മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ വരും അല്ലേ? നമ്മൾ പല മാർക്കറ്റുകൾ കണ്ടിട്ടില്ലേ? ഫിഷ് മാർക്കറ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് മാർക്കറ്റുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ ഒരു മാർക്കറ്റ് ആണോ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് നമുക്കൊന്ന് അറിയണം അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു സ്പെസിഫിക് പ്ലേസ് ഒന്നും തന്നെ ഇല്ല. അതായത് ഇന്ന സ്ഥലത്ത് കൂടിയാൽ മാത്രമേ എന്താണ് അതിനെ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയും, അങ്ങനെയൊന്നുമില്ല. എവിടെയാണോ ഫിനാൻഷ്യൽ അസറ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. ജനറലി ദർ ഈസ് നോ സ്പെസിഫിക് പ്ലേസ് ഓർ ലൊക്കേഷൻ ടു ഫിനാൻഷ്യൽ മാർക്കറ്റ് ടു ഇൻഡിക്കേറ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. എന്താണ്? ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ജനറൽ ആയിട്ട് എന്തില്ല? ഒരു സ്പെസിഫിക് പ്ലേസോ അല്ലെങ്കിൽ ലൊക്കേഷനോ ഇല്ല. ഇറ്റ് ഈസ് ദി മാർക്കറ്റ് ഫോർ ദി ക്രിയേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്. എന്താണ്? ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റാണ്. അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് എക്സ്ചേഞ്ച് ചെയ്യുന്നു? ഫിനാൻഷ്യൽ അസറ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യുകയും അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. എന്താണ്? ഫിനാൻഷ്യൽ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയും എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ദി സെന്റർ ദാറ്റ് ഫെസിലിറ്റേറ്റ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്. ഈ എക്സ്ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ അസറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അസറ്റുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് എന്തെന്ന് പറയാം? ഏത് സെന്ററിൽ നിന്നുകൊണ്ടാണോ അല്ലെങ്കിൽ ഏത് പ്ലേസിൽ നിന്നുകൊണ്ടാണോ ഫിനാൻഷ്യൽ അസറ്റുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയാം. ഇനി എന്താണ് ഈ ഫിനാൻഷ്യൽ അസറ്റ്? അത് നമ്മൾ പറയും. ജസ്റ്റ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുക. ഫിനാൻഷ്യൽ അസറ്റുകൾക്ക് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട് എന്നൊക്കെ പറയുന്നത്. ഷെയറും ഡിബഞ്ചറും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ? കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസും ഡിബഞ്ചേഴ്സും അതൊക്കെ ഫിനാൻഷ്യൽ അസറ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഷെയറും ഡിബഞ്ചറും ബോണ്ടും ഒക്കെ പരസ്പരം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലത്തെയാണ് അല്ലെങ്കിൽ ആ സെന്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ മാർക്കറ്റ് കഴിഞ്ഞാൽ അടുത്ത എന്താണ്? ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്.
നമുക്ക് ഒരു ബിസിനസിന്റെ അസറ്റുകളൊക്കെ അറിയാം അല്ലേ, ലാൻഡ്, ബിൽഡിങ്, അതുപോലെ തന്നെ ഒരുപാട് പ്ലാന്റ് ആൻഡ് മെഷീനറി, അങ്ങനെ ഒരുപാട് അസറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞല്ലേ, ഫിനാൻഷ്യൽ അസറ്റിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഷെയറും ഡിബഞ്ചറും ഒക്കെയാണെന്ന്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ദ ബേസിക് പ്രോഡക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. എന്താണ്? ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ, നമ്മൾ പറയുന്ന ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ബേസിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. അപ്പോൾ അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്തിനെയാണ്? അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആ സിസ്റ്റത്തിന്റെ പ്രോഡക്റ്റ്, ബേസിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അസറ്റ് ആണ്. ഫിനാൻഷ്യൽ അസറ്റുകൾ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫണ്ട് സേവേഴ്സിൽ നിന്നും ബോറോവേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ അസറ്റ് ഈസ് വൺ വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രൊഡക്ഷൻ ഓർ കൺസംഷൻ ഓർ ഫർദർ ക്രിയേഷൻ ഓഫ് അസറ്റ്സ്. എന്താണ്? അസറ്റുകൾ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൺസംഷൻ നടത്താൻ വേണ്ടിയിട്ടോ അതും അല്ലെങ്കിൽ പുതിയ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ എന്തിനെ ഉപയോഗിക്കുന്നു? ഫിനാൻഷ്യൽ അസറ്റുകളെ ഉപയോഗിക്കുന്നു. ഫിനാൻഷ്യൽ അസറ്റ് പ്രൊഡ്യൂസ് ഇൻകം. എന്താണ്? ഫിനാൻഷ്യൽ അസറ്റിൽ നിന്ന് നമുക്ക് ഇൻകം പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യും. എന്ത് ഫോമിലാണ്? ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെന്റ് എക്സെട്ര. നമുക്ക് പലിശയായിട്ടോ ലാഭവിഹിതമായിട്ടോ റെന്റായിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് കിട്ടും? ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ അസറ്റിൽ നിന്ന് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നോക്കാം. ഫിനാൻഷ്യൽ അസറ്റ് ഇൻക്ലൂഡ്സ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. നമ്മൾ ആ ഒരു ഫ്ലോ ചാർട്ട് കണ്ടപ്പോൾ കണ്ടില്ലേ? ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിനകത്ത് നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം? ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റും വരും, അതുപോലെ തന്നെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റും വരും. എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പൊ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് പ്രോഡക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം ആണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ, കൺസംഷൻ ഓർ ഫർദർ ക്രിയേഷൻ ഓഫ് അസറ്റ് ആണ്. പിന്നീട് നമ്മൾ പറഞ്ഞത് ഇതിൽ നിന്നും ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതൊക്കെ ഫോമിലാണ്? ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെന്റ് എന്നീ ഫോമിലാണ് ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഏതൊക്കെയാണുള്ളത്? ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റും മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റും ആണ്. വേറെയും കുറേ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ, അതായത് ഫിനാൻഷ്യൽ അസറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്ലാസ് എടുക്കും, അന്നേരം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ആ 4 എന്താണെന്നൊന്ന് പറഞ്ഞു പോവാണ്. ദെൻ ഇനി മൂന്നാമതായിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പേരിൽ തന്നെ ഉണ്ട്, എന്തൊക്കെയോ സ്ഥാപനങ്ങളാണ് അല്ലേ? എന്തൊക്കെയോ സ്ഥാപനങ്ങളാണ്. നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റിഫേഴ്സ് ടു ഓൾ കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? ഏതൊക്കെയോ ഫിനാൻസിങ്ങും അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്. ഇവരുടെ ജോലി എന്താണ്? വിച്ച് ഫെസിലിറ്റേറ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്. എന്താണ്? നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഫിനാൻസിന്റെ ട്രാൻസാക്ഷൻ നടത്തുന്നത് ആരാണോ അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ ആ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഫിനാൻഷ്യൽ അസറ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണോ ട്രാൻസാക്ഷനിൽ ഏർപ്പെടുന്നത് അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ ട്രാൻസാക്ഷൻ നടത്തുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ദേ ഫെസിലിറ്റേറ്റ് സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദി ഫിനാൻഷ്യൽ സിസ്റ്റം. എന്താണ്? ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റം ഇത്രയും സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ബൈ മേക്കിംഗ് അറേഞ്ച്മെന്റ് ഫോർ ദി ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ബോറോവേഴ്സ് ടു മീറ്റ്. എന്താണ്? ഇവരൊരു അറേഞ്ച്മെന്റ് ഏർപ്പെടുത്തി കൊടുക്കുകയാണ്. ആർക്കാണ്? ഇൻവെസ്റ്റേഴ്സിനും ബോറോവേഴ്സിനും. അവർ തമ്മിൽ കണ്ട് എന്താണ്? നമ്മുടെ ഫിനാൻഷ്യൽ അസറ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് ആര്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് അറിയാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റി പറഞ്ഞു, അതിനുശേഷം ഫിനാൻഷ്യൽ അസറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റിനെ പറ്റിയിട്ട് പറഞ്ഞു, ദെൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട് പറഞ്ഞു. ലാസ്റ്റ് നമുക്കുള്ള ഒരു കമ്പോണന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. എന്താണ് സർവീസ്? എന്തൊക്കെയോ സേവനങ്ങളാണ് അല്ലേ? എന്തൊക്കെയോ സേവനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് നോക്കാം. ഇറ്റ് മീൻസ് ഓൾ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. എന്താണ്? കുറെ പ്രവർത്തനങ്ങളാണ്. ഓൾ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഓഫ് ഫിനാൻഷ്യൽ നേച്ചർ. എന്താണ്?
എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ആണ്, പക്ഷെ ആക്ടിവിറ്റീസ് എന്ത് നേച്ചറിലാണ്? ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ആക്ടിവിറ്റീസ് ആണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയോ പ്രവർത്തികളാണ്, അതിന് എന്ത് ബേസ് ഉണ്ടായിരിക്കണം? ഫിനാൻഷ്യൽ നേച്ചർ ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ ബ്രോഡ് സെൻസിൽ പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ മൊബിലൈസിങ് ആൻഡ് അലോക്കേറ്റിംഗ് സേവിങ്സ് ആണ്. എന്താണ്? സേവിങ്സിനെ മൊബിലൈസ് ചെയ്യുകയും അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് എന്തെന്ന് പറയാം? ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയാം. ഏത് ടേമിലാണ്? നമ്മൾ ബ്രോഡ് സെൻസിൽ എന്താണ് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയാണ്. ബ്രോഡ് സെൻസിൽ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സേവിങ്സിനെ മൊബിലൈസ് ചെയ്യുകയും അത് ആവശ്യമുള്ളവർക്ക് അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ നമ്മൾ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞത്. ഫിനാൻഷ്യൽ സർവീസ് ഈസ് ഓൾസോ കോൾഡ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ. തെറ്റിപ്പോകരുത്. ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അസറ്റ് ആണ്, പക്ഷേ ഫിനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സർവീസ് ആണ്. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, നമ്മൾ എല്ലാവരും തെറ്റിക്കുന്നതാണ്. അപ്പോൾ ഫിനാൻഷ്യൽ സർവീസിന്റെ മറ്റൊരു പേരാണ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. എക്സാമിന് ഇത് ചോദിക്കും, അപ്പൊ നമ്മൾ തെറ്റിക്കുന്ന ഒരു ഐറ്റം ആണ്. കാരണം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് എന്ന് നമ്മൾ വിചാരിച്ചിട്ട് അത് ഫിനാൻഷ്യൽ അസറ്റ് അല്ലേ എന്ന് കരുതും. തെറ്റിക്കരുത്. ഫിനാൻഷ്യൽ സർവീസിന്റെ മറ്റൊരു പേരാണ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ എന്നുള്ളത്. മറക്കാതെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫിനാൻഷ്യൽ സർവീസിനെ എത്ര ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു എന്നറിയണം അല്ലേ? എത്ര ആയിട്ടാണ്? രണ്ടായിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സർവീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ട്രഡീഷണൽ ഫിനാൻഷ്യൽ സർവീസ് എന്നും അതുപോലെ തന്നെ മോഡേൺ ഫിനാൻഷ്യൽ സർവീസ് എന്നും. എന്തൊക്കെയാണ്? ട്രഡീഷണൽ ഫിനാൻഷ്യൽ സർവീസും മോഡേൺ ഫിനാൻഷ്യൽ സർവീസും. അപ്പൊ എന്തായിരുന്നു ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞത്? അത് ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് അല്ലേ? ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ഒരു കൂട്ടം അല്ലെങ്കിൽ പല തരത്തിലുള്ള ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞത്. അത് ട്രഡീഷണലും ആകാം, പിന്നെ എന്തും ആകാം, മോഡേണും ആവാം. പിന്നെ നമ്മൾ ബ്രോഡ് സെൻസിലെ കാര്യം പറഞ്ഞു. അവിടെ എന്താണ്? മൊബിലൈസിങ് ആൻഡ് അലോക്കേറ്റിംഗ് സേവിങ്സിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെ കമ്പോണൻസ് 4 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ കമ്പോണന്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. നമ്മുടെ ആദ്യത്തെ കമ്പോണന്റ് ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ്. ഓക്കെ, ഫിനാൻഷ്യൽ മാർക്കറ്റ് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഒരു മീനിങ് കിട്ടിയതാണ്. ഇനി നമുക്കൊരു ഡെഫിനിഷനിലേക്ക് പോവാം. എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്? നോക്കാം. ദ പ്ലേസ് വെയർ പീപ്പിൾ. എന്താണ്? ഏതോ ഒരു സ്ഥലത്ത് കുറച്ച് ആൾക്കാർ ആൻഡ് ഓർഗനൈസേഷൻ, വ്യക്തികളും സ്ഥാപനങ്ങളും wanting to borrow money are to be brought together with those having surplus fund. എന്താണ്? ആരുടെ കയ്യിലാണോ സർപ്ലസ് ഫണ്ട് ഉള്ളത് അവരും ആർക്കാണോ ഫണ്ട് ആവശ്യമുള്ളവര് അവരും കൂടെ ചേർന്ന് വരുന്ന പ്ലേസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ എപ്പോഴും വ്യക്തികൾ തന്നെ ആകണം ഈ ഫണ്ട് ആവശ്യക്കാരും അതുപോലെ തന്നെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരും എന്ന് വിചാരിക്കേണ്ട. അവിടെ എന്തുമാകാം? ഇൻസ്റ്റിറ്റ്യൂഷൻസും ആകാം. അതാണ് പറഞ്ഞത്. ഇഗോൺ ആണ് ഈ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? ദ പ്ലേസ് വെയർ പീപ്പിൾ ആൻഡ് ഓർഗനൈസേഷൻ. എന്താണ്? പീപ്പിൾസും ഓർഗനൈസേഷനും വാണ്ടിങ് ടു ബോറോ മണി ആർ ബ്രോട്ട് ടുഗെദർ. എന്താണ്? പണം ആവശ്യമുള്ള വ്യക്തികൾ ഒരുമിച്ച് കൂടുകയാണ്. വിത്ത് ദോസ് ഹാവിങ് സർപ്ലസ് ഫണ്ട്. ബാക്കിയുള്ളവരുടെ കയ്യിൽ എന്തുണ്ട്? അല്ലെങ്കിൽ വേറെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനും കൂടെ ഉണ്ട്. അവരുടെ കയ്യിൽ എന്തുണ്ട്? സർപ്ലസ് ഫണ്ട് ഉണ്ട്. അപ്പോൾ ആ സർപ്ലസ് ഫണ്ടും ബോറോ ചെയ്യാൻ വരുന്നു അല്ലെങ്കിൽ ആവശ്യക്കാരെ മീറ്റ് ചെയ്യിക്കുന്ന ആ പ്ലേസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് ആര് പറഞ്ഞത്? ഇഗോൺ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്? എന്താണ് അവിടെ നടക്കുന്നത്? ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഫണ്ടിന്റെ ട്രാൻസ്ഫർ ആണ്. ഉള്ളവൻ ഇല്ലാത്തവർക്ക് ഫണ്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ സേവിങ്സ് ആയിട്ടിരിക്കുന്നവര് ബോറോവേഴ്സിന് അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് എന്ത് കൊടുക്കുകയാണ്? ഫണ്ട് എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ആ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്ലേസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് നോക്കാനുള്ളത് പല തരത്തിലുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. പക്ഷെ ഇവ ഏതൊക്കെയാണ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇവ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് പറയാണ്. ഏതൊക്കെയാണ്? ആദ്യത്തേതാണ് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് മാർക്കറ്റ്.
ഓരോന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ജസ്റ്റ് പേര് മാത്രം ഇപ്പോൾ ഒന്ന് കേട്ടിരിക്കുക. എന്തൊക്കെയാണ്? ഓർഗനൈസ്ഡ് മാർക്കറ്റും അൺഓർഗനൈസ്ഡ് മാർക്കറ്റും. രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഇതിനെ പറ്റിയിട്ട് വീണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് മാർക്കറ്റ്, രണ്ടാമത്തത് മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്, അതിനുശേഷം ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആൻഡ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. എന്താണ്? ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആൻഡ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. അതിനുശേഷം നമ്മൾ പറയുന്നു പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. ഇത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട്, ഇവയൊക്കെ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്, കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എന്തും പഠിക്കാനുണ്ട്. പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് നമുക്ക് സിലബസിൽ കുറച്ചുകൂടെ മുൻതൂക്കത്തോടു കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ 4 ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ്, മണി ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്, ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് ആൻഡ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. അതിനുശേഷം പറയാണ് ഡെറ്റ് മാർക്കറ്റ് ആൻഡ് ഇക്വിറ്റി മാർക്കറ്റ്. എന്താണ്? ഡെറ്റ് മാർക്കറ്റ് ആൻഡ് ഇക്വിറ്റി മാർക്കറ്റ്. ദെൻ പറയുന്നു എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റ് ആൻഡ് ഓവർ ദി കൗണ്ടർ മാർക്കറ്റ്. എന്താണ്? എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റ് ആൻഡ് ഓവർ ദി കൗണ്ടർ മാർക്കറ്റ്. ദെൻ പിന്നെ പറയുന്ന ഏതാണ്? ക്യാഷ് ഓർ സ്പോട്ട് മാർക്കറ്റ് ആൻഡ് ഫോർവേഡ് മാർക്കറ്റ്. എന്താണ്? ക്യാഷ് അല്ലെങ്കിൽ സ്പോട്ട് മാർക്കറ്റ്, അതുപോലെ തന്നെ ഫോർവേഡ് മാർക്കറ്റ്. അതിനുശേഷം നമ്മൾ കുറച്ചധികം മാർക്കറ്റുകൾ ചേർത്തിട്ട് അതർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസിഫിക്കേഷനും കൂടി ഉണ്ട്. അപ്പൊ ഇവ ഓരോന്നും നമുക്ക് ചെറിയ രീതിയിലൊന്ന് നോക്കി പോവാം. എന്തൊക്കെയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു 8 ഹെഡിലായിട്ട് പഠിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ നമ്മുടെ ഏതാണ്? ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് മാർക്കറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്ന് നോക്കാം. ഇൻ ദി ഓർഗനൈസ്ഡ് മാർക്കറ്റ് there are സ്റ്റാൻഡർഡൈസ്ഡ് റൂള്, അണ്ടർലൈൻ ചെയ്യുക. എന്താണ്? സ്റ്റാൻഡർഡൈസ്ഡ് റൂള് ആൻഡ് റെഗുലേഷൻസ് ഫോർ ഗവേണിംഗ് ഫിനാൻഷ്യൽ ഡീലിംഗ്. എന്താണ്? ഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കണം, അതിനൊരു സിസ്റ്റമാറ്റിക് ഓർഡർ ഉണ്ട്, ഓർഗനൈസ്ഡ് ആയിരിക്കും. അപ്പൊ അതിന് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും റൂൾസും ഒക്കെ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഫിനാൻഷ്യൽ ഡീലിംഗ്സിന് വേണ്ടിയിട്ട്. നമുക്കറിയാം ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ ഡീലിംഗ്സ് നടക്കുന്ന പ്ലേസ് ആണ്. അപ്പൊ അവിടെ കുറച്ച് റൂളും പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സും ഒക്കെ ഫിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള മാർക്കറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? ഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്ന് പറയാം. ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ബൈ RBI. എന്താണ്? ഓർഗനൈസ്ഡ് മാർക്കറ്റ് എപ്പോഴും ആരുടെ കൺട്രോളിലാണ് അല്ലെങ്കിൽ ആരുടെ സൂപ്പർവിഷനിലാണ്? RBIയുടെ സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ എവിടെയുണ്ട്? ഓർഗനൈസ്ഡ് മാർക്കറ്റിലുണ്ട്, അല്ലേ? അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? കുറെ റൂൾസും സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള കുറെ പ്രൊസീജിയേഴ്സും റെഗുലേഷൻസും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്? RBI ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ RBI മാത്രമല്ല, അതുപോലെയുള്ള റെഗുലേറ്ററി ബോഡീസും അവിടെ എന്ത് നടത്തുന്നുണ്ട്? റൂൾസ് ഒക്കെ ഫ്രെയിം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഓർഗനൈസ്ഡ് മാർക്കറ്റിന്റെ പ്രത്യേകത? അവിടെ സ്റ്റാൻഡർഡൈസ്ഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ബൈ RBI ആണ് എന്തിന്റെ പ്രത്യേകത? ഓർഗനൈസ്ഡ് മാർക്കറ്റിന്റെ പ്രത്യേകത. ഇനി നമുക്ക് അൺഓർഗനൈസ്ഡ് മാർക്കറ്റിലോട്ട് പോകുമ്പോൾ എന്താണ്? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ ആലോചിച്ചാൽ മതി. ദർ ഈസ് നോ സ്റ്റാൻഡർഡൈസ്ഡ് റൂള്. എന്താണ്? സ്റ്റാൻഡർഡൈസ്ഡ് റൂൾസ് ഇല്ല, റെഗുലേഷൻസ് ഇല്ല. എന്തിന്? ഫിനാൻഷ്യൽ ഡീലിംഗ്സിന് വേണ്ടിയിട്ട്. ഫിനാൻഷ്യൽ ഡീലിംഗ്സിനെ ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് റൂളോ പ്രൊസീജിയേഴ്സോ സ്റ്റാൻഡേർഡ്സോ ഒന്നും ഇല്ലാത്ത മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? അൺഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, ഇവിടെ ആരൊക്കെയുണ്ട്? എ നമ്പർ ഓഫ് മണി ലെൻഡേഴ്സ്, ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് എക്സെട്ര. എന്താണ്? നമുക്കറിയാവുന്ന മണി ലെൻഡേഴ്സ് ഒക്കെ എന്താണ്? പണം കടം കൊടുക്കുന്ന വ്യക്തികളൊക്കെ ഇല്ലേ? അതുപോലെയുള്ള മണി ലെൻഡേഴ്സും ഇൻഡിജീനിയസ് ബാങ്കേഴ്സും ആണ് ഇവിടെ വരുന്നത്, നമ്മുടെ അൺഓർഗനൈസ്ഡ് മാർക്കറ്റിൽ വരുന്നത്. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഹു ലെൻഡ് മണി ടു ദി പബ്ലിക് ഫോർ കൺസംഷൻ റാദർ ദാൻ പ്രൊഡക്ഷൻ. എന്താണ്? നമ്മുടെ പബ്ലിക്കിന് അവർ കൺസംഷന് വേണ്ടിയിട്ടാണ് പൈസ കടം കൊടുക്കുന്നത്, അല്ലേ? അല്ലാതെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല. പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആൾക്കാർ എവിടെയാണ് പോകുന്നത്? ഓർഗനൈസ്ഡ് മാർക്കറ്റിലാണ് പോകുന്നത്. നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ, ഇന്നൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, അങ്ങനെ
പെട്ടെന്നൊരു ഹൗസ് ഹോൾഡിന്റെ ഒരു കൺസംഷന് വേണ്ടിയിട്ടാണ് ആര് മണി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആര് ഫിനാൻഷ്യൽ അസറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പോൾ അവിടെ സ്ട്രിക്റ്റ് കൺട്രോളോ സൂപ്പർവിഷനോ ഒന്നുമില്ല, സ്റ്റാൻഡർഡൈസ്ഡ് റൂൾസും കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്താണ്, അൺഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ആ ഒരു കോഡ് വെച്ച് തന്നെ നിങ്ങൾ പഠിക്കുക. എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് റൂൾ ആണ് അവിടുത്തെ ആ ഒരു വാക്കെന്ന് പറയുന്നത്. അപ്പൊ ഒരിടത്ത് സ്റ്റാൻഡർഡൈസ്ഡ് റൂൾ ഉണ്ട്, മറ്റേടത്തില്ല. ഓർഗനൈസ്ഡ് മാർക്കറ്റിലാണ് എന്തുള്ളത്, സ്റ്റാൻഡർഡൈസ്ഡ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉള്ളത്. അൺഓർഗനൈസ്ഡിൽ എന്താണ്, നോ സ്റ്റാൻഡർഡൈസ്ഡ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഏതാണ്, മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ക്ലാസ് വരും എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു ഇൻട്രോ നിങ്ങൾക്ക് തരാം, എന്താണ് മണി മാർക്കറ്റ്, അതുപോലെ തന്നെ എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് മെച്യൂരിറ്റി ഓഫ് ക്ലെയിം, എന്താണ് ക്ലെയിമിന്റെ മെച്യൂരിറ്റിയുടെ ബേസിസിൽ നമ്മൾ മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഏതൊക്കെയാണ്, മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. അപ്പൊ എന്തിന്റെ ബേസിലാണ് ക്ലാസിഫിക്കേഷൻ നടക്കുന്നത്, മെച്യൂരിറ്റി ഓഫ് ക്ലെയിം അല്ലെങ്കിൽ ആ പീരീഡ്, മെച്യൂരിറ്റി പീരീഡിന്റെ ബേസിലാണ് എന്ത് നടക്കുന്നത്, ക്ലാസിഫിക്കേഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ആദ്യത്തേത് എന്താണ്, മണി മാർക്കറ്റ് ആണ്. എന്താണ് മണി മാർക്കറ്റ്, മണി മാർക്കറ്റ് ഈസ് ദി മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ക്ലെയിം. നോക്കുക, ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, ഷോർട്ട് ടേം അപ് ടു 1 ഇയർ അല്ലെങ്കിൽ 1 ഇയർ വരെ, അല്ലെങ്കിൽ ലെസ് ദാൻ 1 ഇയർ. 1 ഇയറിനുള്ളിൽ നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ ക്ലെയിംസ് മെച്യൂർഡ് ആകുമെങ്കിൽ അത്തരത്തിലുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, മണി മാർക്കറ്റ് എന്ന് പറഞ്ഞത്. അവിടെ എന്തായിരിക്കും, ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ക്ലെയിം ആയിരിക്കും എന്താവുന്നത്, എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ക്ലെയിംസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റിന് എത്ര വാലിഡിറ്റി ഉള്ളൂ, ലെസ് ദാൻ 1 ഇയർ വാലിഡിറ്റി അല്ലെങ്കിൽ ക്ലെയിമേ ഉള്ളൂ. നോക്കാം നമുക്ക്, ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ക്ലെയിംസ് ആർ ദോസ് സെക്യൂരിറ്റീസ് വിത്ത് മെച്യൂരിറ്റി പീരീഡ് ലെസ് ദാൻ 1 ഇയർ. എന്താണ് ലെസ് ദാൻ 1 ഇയർ, ഷോർട്ട് ടേം ആണ് എന്ന് പറഞ്ഞു, അതിന്റെ അർത്ഥം എന്താണ്, ലെസ് ദാൻ 1 ഇയറിനുള്ളിൽ ആ ക്ലെയിം നമ്മൾ കൊടുത്തിരിക്കണം. അത്തരത്തിലുള്ള സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞത്. അപ്പൊ അത്തരത്തിൽ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന മാർക്കറ്റിനെ നമ്മൾ പഠിച്ച പേരെന്താണ്, മണി മാർക്കറ്റ് എന്നാണ്. അപ്പൊ മണി മാർക്കറ്റ് എപ്പോഴും നമ്മൾ ആലോചിക്കണം, അവിടെ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി ക്യാപിറ്റൽ മാർക്കറ്റ് എന്തായിരിക്കും, നമുക്ക് തന്നെ ഊഹിച്ചൂടെ. ഒരിടത്ത് ഷോർട്ട് ടൈം ആണെങ്കിൽ മറ്റിടത്ത് എന്തായിരിക്കും, ലോങ് ടേം ഓർ മീഡിയം ടേം ആയിരിക്കും. നോക്കാം നമുക്ക്, ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ദി മാർക്കറ്റ് ഫോർ ലോങ് ടേം ഫിനാൻഷ്യൽ ക്ലെയിം. ലോങ് ടേം മാത്രമല്ല, എന്താണ് മീഡിയം ടേം ഫിനാൻഷ്യൽ ക്ലെയിമും എവിടെയുണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ലോങ് ടേമും മീഡിയം ടേമും ഫിനാൻഷ്യൽ ക്ലെയിംസ് നടത്തുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. ഇനി എന്താണ് ലോങ് ടേം ഫിനാൻഷ്യൽ ക്ലെയിംസ് എന്ന് പറഞ്ഞാൽ, സെക്യൂരിറ്റീസ് വിത്ത് മെച്യൂരിറ്റി പീരീഡ് എക്സീഡിങ് 1 ഇയർ. എന്താണ് അവിടുത്തെ സെക്യൂരിറ്റീസിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സീഡിങ് 1 ഇയർ. 1 ഇയറിനേക്കാൾ കൂടുതലാണ് അവിടുത്തെ മെച്യൂരിറ്റി പീരീഡ് അല്ലേ. മെച്യൂരിറ്റി പീരീഡ് 1 ഇയറിൽ കൂടുതലാണെന്ന് പറഞ്ഞാൽ എത്ര വരാം, 2ഓ 3ഓ 5ഓ എത്ര വേണമെങ്കിലും വരാം. 1 ഇയറിനേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി പീരീഡ് ഉള്ള സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ 2 ക്ലാസിഫിക്കേഷനിൽ 4 ഐറ്റംസ് പഠിച്ചു. ഓർഗനൈസ്ഡ് മാർക്കറ്റും അൺഓർഗനൈസ്ഡ് മാർക്കറ്റും പഠിച്ചു. അതിനുശേഷം മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും പഠിച്ചു. നെക്സ്റ്റ് മാർക്കറ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം, ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആൻഡ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. നോക്കാം, ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളാണ് അല്ലേ, പ്രൈവറ്റ് ആയിട്ട് നമ്മൾ നടത്തുന്ന പ്രൈവറ്റ് ഓണർഷിപ്പിലുള്ള ഇൻഡസ്ട്രീസ് ആണ് ഇൻഡസ്ട്രീസ്. പിന്നെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ അത് ഒന്ന് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക. എന്നിട്ട് നമുക്കൊന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഈസ് ദി മാർക്കറ്റ് ഫോർ ദി സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ദി കോർപ്പറേറ്റ് സെക്ടർ. എന്താണ്, കോർപ്പറേറ്റ് സെക്ടർ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. അപ്പോൾ അവിടെ പ്രൈവറ്റ് എന്റർപ്രൈസുകളായിരിക്കും എന്ത് ഇഷ്യൂ ചെയ്യുന്നത്, അവിടെയുള്ള ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് സെക്ടർ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞത്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ദി മാർക്കറ്റ് ഫോർ ഇക്വിറ്റി ഷെയർസ്,
പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. മറന്നു പോകരുത്. അല്ലെങ്കിൽ നമുക്ക് ഏത് അസറ്റ് വെച്ചിട്ട്, ഏത് ഫിനാൻഷ്യൽ അസറ്റ് വെച്ചിട്ടാണെന്ന് പറയാം. ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഫിനാൻഷ്യൽ അസറ്റുകൾ ഏതൊക്കെയായിരിക്കും? ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ്. ഇവ മൂന്നുമായിരിക്കും എന്ത് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് മേ ബി പ്രൈമറി മാർക്കറ്റ് ഓർ സെക്കൻഡറി മാർക്കറ്റ്. എന്താണ് നമ്മൾ അടുത്ത ക്ലാസിഫിക്കേഷനിൽ പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും എന്താണെന്ന് പഠിക്കും. അപ്പൊ അത് എന്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണെന്ന് ഓർക്കുക. ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ് പ്രൈമറി മാർക്കറ്റും അതുപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റും. ഇനി നമുക്ക് എന്താണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്? നമ്മുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്താണെന്ന് നോക്കാം. ഇത്തരത്തിലുള്ള മാർക്കറ്റിനെ നമ്മൾ മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഏതാണ്? ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. എന്താണ്? ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. ഏതിന്റെയാണ്? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റിന്റെ മറ്റൊരു പേരാണ് ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഓക്കെ, ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ് എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. നമ്മളത് പറഞ്ഞു തരും. അപ്പൊ ആദ്യം നിങ്ങൾ ഇത് പഠിക്കുക. എന്താണ്? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റിന്റെ മറ്റൊരു പേരാണ് ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്നുള്ളത്. ഇനി എന്താണ് ഇതെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദി മാർക്കറ്റ് വെയർ ലോങ് ടേം ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. മറന്നുപോരുത്, വെറും ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അല്ല ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. എന്താണ്? ലോങ് ടേം ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആയിരിക്കും ഷോർട്ട് ടേം ചെയ്യുന്നത്. ഷോർട്ട് ടേം ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മണി മാർക്കറ്റിലാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു മെച്യൂരിറ്റി ക്ലെയിമിന്റെ ബേസിൽ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ഒക്കെ എവിടെയാണ്? മണി മാർക്കറ്റിലാണ്. ഇനി ഗവൺമെന്റിന്റെ ആയാലും അതും ഇവിടെ തന്നെയാണ്, മണി മാർക്കറ്റിലാണ്. പക്ഷേ ലോങ് ടേം ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന മാർക്കറ്റിനെ നമ്മൾ ഗിൽറ്റ് എഡ്ജഡ് മാർക്കറ്റ് എന്നോ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്നോ ആണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ലോങ് ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദീർഘകാലത്തേക്കായിരിക്കും അതിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 ഇയർ ആയിരിക്കും മെച്യൂരിറ്റി പീരീഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിനി ആര് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആയിരിക്കും? നമ്മുടെ ഗവൺമെന്റ്. ഏതൊക്കെ ഗവൺമെന്റ് ആവാം? സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ അതും അല്ലെങ്കിൽ സെമി ഗവൺമെന്റ് ഏജൻസീസോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസോ ആയിരിക്കും എന്ത് ഇഷ്യൂ ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ അതുപോലെ തന്നെ സെമി ഗവൺമെന്റ് അതോറിറ്റീസോ പബ്ലിക് സെക്ടർ എന്റർപ്രൈസുകളോ ഇഷ്യൂ ചെയ്യുന്ന എന്താണ് അസറ്റുകൾ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ സെക്യൂരിറ്റീസിന്റെ പ്രത്യേകത എന്താ? ലോങ് ടേം നേച്ചറിലുള്ള സെക്യൂരിറ്റീസ് ആണ്. അവ എക്സ്ചേഞ്ച് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് അല്ലെങ്കിൽ ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ 6 ക്ലാസിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞു. ആദ്യം നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? ഓർഗനൈസ്ഡും അൺഓർഗനൈസ്ഡും. പിന്നീട് നമ്മൾ മണി മാർക്കറ്റും അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റും പറഞ്ഞു. അതിനുശേഷം ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റും ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റും പറഞ്ഞു. നമ്മൾ ഓരോന്നും പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ബാക്ക് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പം അത് ഏതൊക്കെയായിരുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 4ാമതായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞു എന്ത്? ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിന്റെ 2 ക്ലാസിഫിക്കേഷൻ ആണ് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് പ്രൈമറി മാർക്കറ്റ്? അതുപോലെ തന്നെ എന്താണ് സെക്കൻഡറി മാർക്കറ്റ്? പ്രൈമറി മാർക്കറ്റിന് പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ മറ്റൊരു പേര് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. എന്താണ്? പ്രൈമറി മാർക്കറ്റിന്റെ മറ്റൊരു പേരാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. നിം എന്ന് നമ്മൾ പറയും, NIM, നിം. ഓക്കെ, ന്യൂ ഇഷ്യൂ മാർക്കറ്റ്, പുതിയ ഇഷ്യൂ ആണ് അവിടെ വരുന്നത് കേട്ടോ. എന്താണ്? ദ പ്രൈമറി മാർക്കറ്റ് ഓർ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ഡീൽ ഇൻ new securities, that is securities which are offered to the investors for the first time. എന്താണ്? ആദ്യമായിട്ട് ഒരു സെക്യൂരിറ്റീസ് അങ്ങോട്ട് ഇഷ്യൂ ചെയ്യുകയാണ്. അത് വേറൊരാളും പർച്ചേസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് അവിടെ എന്ത് ആ ഒരു സെക്യൂരിറ്റീസിന്റെ ട്രേഡ് നടക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള മാർക്കറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. അവിടെ എപ്പോഴും ഫ്രഷ് സെക്യൂരിറ്റീസ് ആയിരിക്കും എന്ത് നടത്തുന്നത്? എക്സ്ചേഞ്ച് നടത്തുന്നത്. ഒരു തവണ അവിടെ എക്സ്ചേഞ്ച് നടത്തി കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് ഫ്രഷ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നീട് അത് സെക്കൻഡറി മാർക്കറ്റിന്റെ പാർട്ട് ആവുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് എക്സ്ചേഞ്ച് ആണ് എന്തെന്ന് പറയുന്നത്? പ്രൈമറി എക്സ്ചേഞ്ച്. അത് നടക്കുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറയുന്നത്. ദ പ്രൈമറി മാർക്കറ്റ് പെർഫോം
ട്രിപ്പിൾ ഫംഗ്ഷൻ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളുക. പ്രൈമറി മാർക്കറ്റിന്റെ ട്രിപ്പിൾ ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? ഓർഗനൈസേഷൻ, അണ്ടർ റൈറ്റിംഗ്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ. ഇത് പ്രൈമറി മാർക്കറ്റിന്റെ ട്രിപ്പിൾ ഫംഗ്ഷൻ ആണ്. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യനിലൊക്കെ വരുന്നതാണ്. എന്താണ് പ്രൈമറി മാർക്കറ്റിന്റെ ട്രിപ്പിൾ ഫംഗ്ഷൻ? ഏതൊക്കെയാണ്? ഓർഗനൈസേഷൻ, അണ്ടർ റൈറ്റിംഗ്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രൈമറി മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എന്താണ് അവിടെ നടക്കുന്നത്? ഫസ്റ്റ് ടൈമിൽ ഇൻവെസ്റ്റേഴ്സിന് ആദ്യമായിട്ട് സെക്യൂരിറ്റീസ് എന്താണ് എക്സ്ചേഞ്ച് ചെയ്യാണ്. എന്ത് സെക്യൂരിറ്റീസ്? ന്യൂ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് സെക്കൻഡറി മാർക്കറ്റ് നോക്കാം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണ്? സെക്കൻഡറി മാർക്കറ്റ് ഈസ് ദി മാർക്കറ്റ് വെയർ ഇൻവെസ്റ്റേഴ്സ് ട്രേഡ് ഔട്ട്സ്റ്റാൻഡിംഗ് സെക്യൂരിറ്റീസ്. എന്താണ്? ഓൾറെഡി നേരത്തെ എപ്പോഴോ ഇഷ്യൂ ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്ത സെക്യൂരിറ്റി ആണ് കൈ മറിഞ്ഞ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നമ്മളിലേക്ക് അല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുന്നതാണ്. അത്തരത്തിലുള്ള എക്സ്ചേഞ്ച് നടക്കുന്ന മാർക്കറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയാം. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ദി മാർക്കറ്റ് ഫോർ സെക്കൻഡ് ഹാൻഡ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്. എന്താണ്? സെക്കൻഡ് ഹാൻഡ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസിന്റെ മാർക്കറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. കാരണം അത് ഫസ്റ്റ് ഹാൻഡ് ആണോ? ഫ്രഷ് എവിടെയാണ് ചെയ്യുന്നത്? പ്രൈമറി മാർക്കറ്റിലാണ് ചെയ്യുന്നത്. അതിനുശേഷം എത്ര തവണ എക്സ്ചേഞ്ച് ചെയ്താലും അതിന് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇത് ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റീസ് ആയിരിക്കും, സെക്കൻഡ് ഹാൻഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഫ്രഷ് അല്ല, രണ്ടാമത്തെ തവണയോ മൂന്നാമത്തെ തവണയൊക്കെ ആയിരിക്കും അതിന്റെ ട്രേഡിങ് നടക്കുന്നത്. അത്തരത്തിലുള്ള മാർക്കറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയാം. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആർ ദി വൈറ്റൽ എലമെന്റ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ പറ്റി. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റിന്റെ വൈറ്റൽ എലമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇതുപോലെ സെക്കൻഡ് ഹാൻഡ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത്? ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏത് മാർക്കറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സെക്കൻഡറി മാർക്കറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഡെറ്റ് മാർക്കറ്റും ഇക്വിറ്റി മാർക്കറ്റും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ്? ഡെറ്റ് മാർക്കറ്റും ഇക്വിറ്റി മാർക്കറ്റും. നോക്കാം നമുക്ക്. ഡെറ്റ് ഇക്വിറ്റി നമ്മൾ കേട്ടിട്ടുള്ളല്ലേ? ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്നൊക്കെ കേട്ടിട്ടില്ലേ? നോക്കാം നമുക്കൊന്ന്. ഓൺ ദി ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ക്ലെയിം. എന്താണ്? ഫിനാൻഷ്യൽ ക്ലെയിമിന്റെ ടൈപ്പിനനുസരിച്ചിട്ട് മാർക്കറ്റിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡെറ്റ് മാർക്കറ്റ് എന്നും അതുപോലെ തന്നെ ഇക്വിറ്റി മാർക്കറ്റ് എന്നും. ഡെറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറ്റ് മാർക്കറ്റ് ഈസ് ദി ഫിനാൻഷ്യൽ മാർക്കറ്റ് ഫോർ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റീസ്. എന്താണ്? ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റീസ് ലൈക്ക് ഡിബഞ്ചേഴ്സ്, ബോൺസ് എക്സെട്ര. അതായത് നമുക്ക് ഫിക്സഡ് ഇൻകം കിട്ടുന്ന സെക്യൂരിറ്റീസ് അത് എക്സ്ചേഞ്ച് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ ഡെറ്റ് മാർക്കറ്റ്. അത് ഏതൊക്കെയാണ്? കടപ്പത്രങ്ങളൊക്കെ ഇല്ലേ? അതായത് ഡെറ്റ് കടമാണ് അല്ലേ? കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ കടപ്പത്രങ്ങൾ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഡെറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞത് എങ്ങനെയായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്? ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഡിബഞ്ചറും ബോണ്ടും. ഓക്കെ, അപ്പൊ ഡിബഞ്ചേഴ്സും ബോണ്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന മാർക്കറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? ഡെറ്റ് മാർക്കറ്റ് എന്ന് പറയാം. അപ്പൊ ഇക്വിറ്റി മാർക്കറ്റിൽ എന്തായിരിക്കും എക്സ്ചേഞ്ച് ചെയ്യുന്നത്? എന്താണ്? ഇക്വിറ്റി ഷെയർസ് ആണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓണേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ആണ് എവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ഇക്വിറ്റി മാർക്കറ്റിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഡെറ്റ് മാർക്കറ്റിൽ ഡിബഞ്ചറും ബോണ്ടും ആണ്, ഇക്വിറ്റി മാർക്കറ്റിൽ അത് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ ഫിനാൻഷ്യൽ ക്ലെയിമിന്റെ ടൈപ്പിനനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ഡെറ്റ് മാർക്കറ്റ് എന്നും ഇക്വിറ്റി മാർക്കറ്റ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നത്. ഡെറ്റ് മാർക്കറ്റിൽ എന്താണ് വരുന്നത്? ഡിബഞ്ചേഴ്സും ബോണ്ടും ആണ് അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇനി ഇക്വിറ്റി മാർക്കറ്റിൽ വരുമ്പോൾ അത് ഇക്വിറ്റി ഷെയർസ് ആണ്. അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സും ബോണ്ടും എന്ന് പറഞ്ഞാൽ എന്ത് സെക്യൂരിറ്റീസ് ആണ്? ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റീസ് ആണ് ഏതെന്ന് പറയുന്നത്? ഡിബഞ്ചറും ബോണ്ടും എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്ത ഏതാണ്? എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റ് ആൻഡ് ഓവർ ദി കൗണ്ടർ മാർക്കറ്റ്. എന്താണ് എക്സ്ചേഞ്ച് ട്രേഡർ മാർക്കറ്റ് അല്ലെങ്കിൽ ഓവർ ദി കൗണ്ടർ മാർക്കറ്റ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. ഓൺ ദി ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ഓർഗനൈസേഷൻസ്
സ്ട്രക്ചർ അല്ലേ, എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ നേച്ചറിന്റെ ബേസിൽ നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് എന്തെന്ന് എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റ് എന്നും അതുപോലെ തന്നെ ഓവർ ദി കൗണ്ടർ മാർക്കറ്റ് എന്നും. നോക്കാം നമുക്ക് എന്താണ് എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റ്. എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ വിത്ത് സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയേഴ്സ്. എന്താണ് കുറച്ച് സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടും അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സുമുള്ള മാർക്കറ്റാണ് ഏതെന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ട് വാക്കുകൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. ഏതാണ് സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷനും സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയറും ആണ് ഉള്ളത് എങ്കിൽ അതിനെ നമുക്ക് എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റ് എന്ന് പറയാം. ഇനി ഓവർ ദി കൗണ്ടർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് ആണോ? അല്ല, ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് ആണ്, കസ്റ്റമൈസ്ഡ് പ്രൊസീജിയർ ആണ്. എന്താണ് സെൻട്രലൈസേഷൻ ഒന്നുമില്ല, അതിങ്ങനെ ഡീസെൻട്രലൈസ് ചെയ്ത് വെക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ എന്താണ് കസ്റ്റമൈസ്ഡ് പ്രൊസീജിയർ ആണ്. ഓരോ കസ്റ്റമേഴ്സിനും ഓരോ പ്രൊസീജിയർ ആണ്, അല്ലാണ്ട് എല്ലാവർക്കും കൂടി ഒരു സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയർ ഒന്നും ഇല്ല. നമ്മുടെ കസ്റ്റമറിനെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് പ്രൊസീജിയറിന് വ്യത്യാസം വരും ഓവർ ദി കൗണ്ടർ ആകുമ്പോൾ. എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റ് ആകുമ്പോൾ അവിടെ സ്റ്റാൻഡർഡൈസ്ഡ് ആണ് അല്ലേ, ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതനുസരിച്ചിട്ടേ കാര്യങ്ങൾ നടക്കൂ, അല്ലാണ്ട് കസ്റ്റമറുടെ ബേസ് ചെയ്ത് ഒന്നും നടക്കത്തില്ല. സ്റ്റാൻഡർഡൈസ്ഡ് പോളിസീസ് ആണ്, അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ ആണ്. നമ്മുടെ അടുത്തത് ഏതാണ് ഓവർ ദി കൗണ്ടർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ചുകൂടി ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് ആണ്, അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് പ്രൊസീജിയർ ആണ് അവിടെ നടക്കുന്നത്. എവിടെയാണ് ഓവർ ദി കൗണ്ടർ മാർക്കറ്റിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ നേച്ചർ ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്? എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റ് എന്നും ഓവർ ദി കൗണ്ടർ മാർക്കറ്റ് എന്നും രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. എക്സ്ചേഞ്ച് ട്രേഡഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ വിത്ത് സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയർ ആണ്. ദെൻ നെക്സ്റ്റ് നമ്മുടെ ഓവർ ദി കൗണ്ടർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എന്താണ് ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് വിത്ത് കസ്റ്റമൈസ്ഡ് പ്രൊസീജിയർ ആണ് വരുന്നത്. നെക്സ്റ്റ് അടുത്ത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ക്യാഷ് ഓർ സ്പോട്ട് മാർക്കറ്റ് ആൻഡ് ഫോർവേഡ് മാർക്കറ്റ്. ക്യാഷ് അല്ലെങ്കിൽ സ്പോട്ട്, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ക്യാഷ് അല്ലെങ്കിൽ സ്പോട്ട് ആണ് കേട്ടോ. നോക്കാം, ടൈമിംഗ് ഓഫ് ഡെലിവറിയുടെ ബേസിൽ എന്താണ് ഡെലിവറി, ടൈമിംഗ് ഓഫ് ഡെലിവറിയുടെ ബേസിൽ നമ്മൾ മാർക്കറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ക്യാഷ് മാർക്കറ്റ് എന്നും ഫോർവേഡ് മാർക്കറ്റ് എന്നും. ക്യാഷ് എന്നോ അല്ലെങ്കിൽ സ്പോട്ട് മാർക്കറ്റ് എന്നോ നമുക്ക് പറയാം. എന്താണ് ഇനി ക്യാഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ദ ഡെലിവറി ഓഫ് ഫിനാൻഷ്യൽ ക്ലെയിം ഒക്കേഴ്സ് ഇമ്മീഡിയറ്റ്ലി. എന്താണ് ക്യാഷ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്താണ് നമ്മൾ ആ ഡെലിവറി ഫിനാൻഷ്യൽ ക്ലെയിം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുത്താൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ ഡെലിവറി നടക്കത്തുള്ളൂ. അത്തരത്തിലുള്ള ആ ഒരു മാർക്കറ്റിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ ക്യാഷ് മാർക്കറ്റ് അല്ലെങ്കിൽ സ്പോട്ട് മാർക്കറ്റ്. എന്താ സ്പോട്ടിൽ തന്നെ നമ്മൾ ഫിനാൻഷ്യൽ ക്ലെയിം കൊടുത്തിരിക്കണം എങ്കിൽ മാത്രമേ അവിടെ എക്സ്ചേഞ്ച് നടക്കത്തുള്ളൂ. അത്തരത്തിലുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് ക്യാഷ് ഓർ സ്പോട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫോർവേഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഫോർവേഡ് മാർക്കറ്റ് ദ ഡെലിവറി ഓഫ് ഫിനാൻഷ്യൽ ക്ലെയിം ഒക്കേഴ്സ് അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് ടൈം ഇൻ ഫ്യൂച്ചർ. എന്താണ് ആ സ്പോട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ക്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്യൂച്ചറിൽ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ എന്ത് ചെയ്താൽ മതി അവിടെ ട്രാൻസാക്ഷന്റെ ക്ലെയിം നടത്തിയാൽ മതി. അത്തരത്തിലുള്ള സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന മാർക്കറ്റിനെ ഫോർവേഡ് മാർക്കറ്റ് എന്നാണ് പറയുന്നത്. എന്താണ് സ്പോട്ടല്ല, നമ്മൾ ഫോർവേഡ് ചെയ്ത് വെച്ചു. എന്താണ് കുറച്ച് നാളത്തേക്ക് നീട്ടി വെച്ചു അല്ലേ. കുറച്ച് നാളെന്നല്ല, അതിനൊരു പ്രീ ഡിറ്റർമൈൻഡ് ടൈം ഉണ്ട്, ഇത്ര ദിവസം അല്ലെങ്കിൽ ഇന്ന തീയതി എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയും. അപ്പോൾ ഫ്യൂച്ചറിൽ കൃത്യമായിട്ടുള്ളൊരു ഡേറ്റിലേക്ക് നമ്മുടെ ഫിനാൻഷ്യൽ ക്ലെയിമിന്റെ ഡെലിവറിയെ മാറ്റി വെക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള മാർക്കറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം ഫോർവേഡ് മാർക്കറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ക്യാഷ് അല്ലെങ്കിൽ ഫോർവേഡ് മാർക്കറ്റ് എന്ന് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇതിലൊന്നും പെടാത്ത കുറച്ച് മാർക്കറ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഏതാണ് ടേം ലോൺ മാർക്കറ്റ്, മോർഗേജ് മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ്, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ക്രെഡിറ്റ് മാർക്കറ്റ്. ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് ടേം ലോൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ടേം ലോൺ, പേരോർത്തിരിക്കുക ടേം ലോൺ മാർക്കറ്റ്. നോക്കാം, ഇറ്റ് ഈസ് ദി മാർക്കറ്റ് ഫോർ മീറ്റിംഗ് ദി ലോങ് ടേം ഫിനാൻഷ്യൽ നീഡ്സ്. എന്താണ് ലോങ് ടേം ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ഇൻഡസ്ട്രീസ്. മറന്നു പോകരുത്, എന്താണ് ഇൻഡസ്ട്രീസിൻ്റെ ലോങ് ടേം ഫിനാൻഷ്യൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന മാർക്കറ്റ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് നടത്തുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് ടേം ലോൺ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താണ് മാർക്കറ്റ് ഫോർ മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ലോങ് ടേം ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ഇൻഡസ്ട്രീസ്. എന്താണ്
ഇൻഡസ്ട്രീസിൻ്റെ ദീർഘകാല നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ടേം ലോൺ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. ഇൻ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് IDBI ഒന്ന് ലിസ്റ്റ് ചെയ്തോളാം. IDBI, IFCI, ICICI, അതുപോലെ തന്നെ SFCs, ഇവയൊക്കെയാണ് ഇന്ത്യയിൽ ലോങ് ടേം ഫിനാൻഷ്യൽ നീഡ്സ്, ആരുടെ? ഇൻഡസ്ട്രീസിൻ്റെ ലോങ് ടേം ഫിനാൻഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? IDBI, IFCI, ICICI, അതുപോലെ തന്നെ SFCs. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തിനെ പറ്റിയിട്ട് പറയാനുള്ളത്? ടേം ലോണിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ടേം ലോൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആണെന്ന് ഓർത്തിരിക്കുക, ഇൻഡസ്ട്രീസിനാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ലോങ് ടേമും ഇൻഡസ്ട്രീസുമാണ് ഏത്? ടേം ലോൺ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അടുത്ത് നമ്മുടെ ടൈപ്സ് ഓഫ് മാർക്കറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? മോർട്ട്ഗേജ് മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്താണ് മോർട്ട്ഗേജ് മാർക്കറ്റ്? എന്താണ് മോർട്ട്ഗേജ് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദി മാർക്കറ്റ് വിച്ച് സപ്ലൈ മോർട്ട്ഗേജ് ലോൺസ് മെയിൻലി ടു ഇൻഡിവിജ്വൽസ്. എന്താണ്? ഇൻഡിവിജ്വൽസിന് മോർട്ട്ഗേജ് ലോൺ സപ്ലൈ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ മോർട്ട്ഗേജ് മാർക്കറ്റ് എന്ന് പറഞ്ഞത്. ഇനി എന്താണ് ഈ മോർട്ട്ഗേജ് ലോൺ എന്ന് പറഞ്ഞാൽ? മോർട്ട്ഗേജ് ലോൺ എന്ന് പറഞ്ഞാൽ ഒരു ലോൺ ആണ് എഗനസ്റ്റ് ദി സെക്യൂരിറ്റി ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. എന്താണ്? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സെക്യൂരിറ്റി ആയിട്ട് വെച്ചുകൊണ്ട് ലോൺ എടുക്കുന്നതിനെയാണ് നമ്മൾ മോർട്ട്ഗേജ് ലോൺ എന്ന് പറഞ്ഞത്. എന്താണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി? നമ്മുടെ റിയൽ എസ്റ്റേറ്റ്, അതായത് നമ്മുടെ വസ്തു ഒക്കെ പണയം വെച്ചിട്ട് നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ലോണിനെയാണ് നമ്മൾ മോർട്ട്ഗേജ് ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മോർട്ട്ഗേജ് മാർക്കറ്റ് എന്ന് പറഞ്ഞത്? ഇറ്റ് ഈസ് ദി മാർക്കറ്റ് വിച്ച് സപ്ലൈ മോർട്ട്ഗേജ് ലോൺസ് മെയിൻലി ടു ഇൻഡിവിജ്വൽസ്. എന്താണ്? ഇൻഡിവിജ്വൽസിന് മോർട്ട്ഗേജ് ലോൺ സപ്ലൈ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? മോർട്ട്ഗേജ് മാർക്കറ്റ് എന്ന് പറഞ്ഞത്. ദ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എ സ്പെസിഫിക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു സെക്യൂർ എ ലോൺ ഈസ് കോൾഡ് മോർട്ട്ഗേജ്. എന്താണ്? നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിലെ അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാണ്? ഒരു ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമുക്ക് എന്തെന്ന് പറയാം? മോർട്ട്ഗേജ് എന്ന് പറയാം. അപ്പോൾ ഒരു മോർട്ട്ഗേജ് വെച്ചുകൊണ്ടാണ് നമ്മൾ ലോൺ എടുക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള ലോണിനെ നമുക്ക് മോർട്ട്ഗേജ് ലോൺ എന്ന് പറയാം. അതുപോലെ തന്നെ മോർട്ട്ഗേജ് ലോണിന്റെ സപ്ലൈ ഉള്ള മാർക്കറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? മോർട്ട്ഗേജ് മാർക്കറ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ആരായിരിക്കും വന്ന് ലോൺ എടുക്കുന്നത്? ഇൻഡിവിജ്വൽസ് ആണ്, മറന്നുപോകരുത്. മോർട്ട്ഗേജ് മാർക്കറ്റിൽ ആരാണ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നത്? നമ്മുടെ ഇൻഡിവിജ്വൽസ് ആണ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, മറക്കാതിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്ത ഒരു മാർക്കറ്റാണ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഗ്യാരണ്ടി എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഗ്യാരണ്ടി നിൽക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ? അപ്പോൾ അത് നമ്മുടെ മൈൻഡിലുണ്ട്. അത് വെച്ചുകൊണ്ട് നമ്മളൊന്ന് ആലോചിക്കുക. എന്താണ്? Financial guarantee market is the market which provide finance against the guarantee of a reputed person in the area. എന്താണ്? നമ്മൾ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റിൽ എന്താണ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു ഗ്യാരണ്ടിയുടെ ബേസിലാണ്. അതായത് ആ ഒരു ഏരിയയിലുള്ള ഒരു റെപ്യൂട്ടഡ് പേഴ്സൺ ഗ്യാരണ്ടി നിൽക്കുകയാണെങ്കിൽ മറ്റേ വ്യക്തിക്ക് എന്താണ് ഫണ്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഈ വ്യക്തി ഫണ്ട് വാങ്ങിച്ച വ്യക്തി പൈസ തിരിച്ചടച്ചില്ല എങ്കിൽ ആ ലൈബിലിറ്റി ആരിലേക്ക് പോകും? ആ റെപ്യൂട്ടഡ് പേഴ്സണിലേക്ക് പോകും. അത്തരത്തിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഗ്യാരണ്ടി എന്ന് പറയുന്നത്. നോക്കാം, ഗ്യാരണ്ടി ഈസ് ദി കോൺട്രാക്ട്. എന്താണ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ? ഒരു കോൺട്രാക്ട് ആണ് ടു ഡിസ്ചാർജ് ദ ലൈബിലിറ്റി ഓഫ് എ തേർഡ് പാർട്ടി. എന്താണ്? ടു ഡിസ്ചാർജ് ദ ലൈബിലിറ്റി ഓഫ് എ തേർഡ് പാർട്ടി ഇൻ ദ കേസ് ഓഫ് ഹിസ് ഡിഫോൾട്ട്. എന്താണ്? ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആരാണോ പൈസ എടുത്തത്, ഒരാളെ ഗ്യാരണ്ടി നിർത്തിക്കൊണ്ട്, ഇപ്പൊ എന്നെ ഗ്യാരണ്ടി നിർത്തിക്കൊണ്ട് എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി കുറച്ച് പൈസ എന്ത് ചെയ്തോ? കടം വാങ്ങിച്ചു, ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചു. അപ്പൊ ഞാനാണ് ഇവിടെ ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുന്നത്. സപ്പോസ് ഈ എക്സ് എന്നിട്ട് പൈസ തിരിച്ച് അടയ്ക്കുന്നില്ല എങ്കിൽ ആ ലൈബിലിറ്റി ആരിലേക്ക് വരും? ഗ്യാരണ്ടി നിന്ന എന്നിലേക്കാണ് ആ ലൈബിലിറ്റി വരുന്നത്. ഓക്കെ, അപ്പൊ ആ തേർഡ് പാർട്ടി എക്സ് എന്ന് പറയുന്ന തേർഡ് പാർട്ടിയുടെ ലൈബിലിറ്റി ആരിലേക്ക് ട്രാൻസ്ഫർ ആയി? അദ്ദേഹം ഡിഫോൾട്ട് വരുത്തിയത് മൂലം ആ ഗ്യാരണ്ടി നിന്ന വ്യക്തിയിലേക്കാണ് ട്രാൻസ്ഫർ ആകുന്നത്. ഇഫ് ദ ബോറോവർ fails to pay the loan of the liability അല്ലെങ്കിൽ ലോൺ, the liability falls on the shoulder of guarantor. എന്താണ്? ഗ്യാരണ്ടി നിന്ന വ്യക്തിയിലേക്കാണ് ഇനി ആ ലൈബിലിറ്റി വരുന്നത്. ഓക്കെ, അത്തരത്തില് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫിനാൻഷ്യൽ
ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്? ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു റെപ്യൂട്ടഡ് പേഴ്സൺ ഗ്യാരണ്ടി നിന്നാലാണ് ആർക്ക് പൈസ കിട്ടുന്നത്? ഇൻഡിവിജ്വൽസിന് പൈസ കിട്ടുന്നത്. അതുപോലെ തന്നെ ആ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ ആ ഒരു ലൈബിലിറ്റി ആരുടെ ഷോൾഡറിലേക്ക് പോകും? ആ ഗ്യാരണ്ടി നിന്ന ഗ്യാരണ്ടറുടെ ഷോൾഡറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വിച്ച് പ്രൊവൈഡ്സ് ഫിനാൻസ് എഗനസ്റ്റ് ദി ഗ്യാരണ്ടി ഓഫ് റെപ്യൂട്ടഡ് പേഴ്സൺ. എന്താണ്? ഒരു റെപ്യൂട്ടഡ് പേഴ്സന്റെ ഗ്യാരണ്ടിയോടുകൂടി ഫിനാൻസ് കൊടുക്കുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, അടുത്ത ഒരു മാർക്കറ്റാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്താണെന്ന് നോക്കാം. വൺ ഓഫ് ദി മോസ്റ്റ് ഡെവലപ്ഡ് മാർക്കറ്റ് അക്രോസ് ദി വേൾഡ്. എന്താണ്? നമ്മുടെ വേൾഡിൽ തന്നെ മോസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഏതെന്ന് പറയുന്നത്? എക്സ്ചേഞ്ച്, അതായത് ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. വിച്ച് ഡീൽസ് വിത്ത് ദി റിക്വയർമെന്റ് റിലേറ്റഡ് ടു മൾട്ടി കറൻസി. എന്താണ്? ഒരു കറൻസിയിലാണോ അവിടെ ഡീലിങ്സ് നടക്കുന്നത്? അല്ല, പല രാജ്യത്തിന്റെ കറൻസിയിൽ ഡീലിങ്സ് നടക്കുന്ന മാർക്കറ്റാണ് ഏതെന്ന് പറയുന്നത്? ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. ദ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഇൻ ദ മാർക്കറ്റ് ടേക്ക് പ്ലേസ് ബേസ്ഡ് ഓൺ ദി ഫോറിൻ കറൻസി റേറ്റ്. എന്താണ്? ഫോറിൻ കറൻസി റേറ്റിനനുസരിച്ചിട്ടാണ് അവിടെ മാർക്കറ്റിൽ എന്ത് നടക്കുന്നത്? ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് അറിയേണ്ടത്? ഫോറിൻ കറൻസി റേറ്റ് ആണ് ഇവിടെ ബേസ് ആയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ മൾട്ടി കറൻസിയിലാണ് ഇവിടെ എന്ത് നടക്കുന്നത്? ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് നടക്കുന്നത്. അതുപോലെ തന്നെ ഇത് വേൾഡിൽ തന്നെ മോസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ഏത് മാർക്കറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്? ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനെ പറ്റിയിട്ടാണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള മാർക്കറ്റാണ് ക്രെഡിറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക, ക്രെഡിറ്റ് മാർക്കറ്റ്. എന്താണ് ക്രെഡിറ്റ് മാർക്കറ്റ്? എ മാർക്കറ്റ് വെയർ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ലോൺസ് ആർ. എന്താണ്? രണ്ടും ഉണ്ട്. ഷോർട്ട് ടേം ലോൺസും അതുപോലെ തന്നെ അല്ലെങ്കിൽ ലോങ് ടേം ലോൺസും എന്ത് ചെയ്യാണ് അവിടെ വരുന്നുണ്ട്? ആർ ഗ്രാൻഡഡ് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻ. എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഷോർട്ട് ടേം ലോൺസ് ഉണ്ട്, ലോങ് ടേം ലോൺസ് ഉണ്ട്. ഇത് കൊടുക്കുന്നത് ആർക്കായിരിക്കും? ഇൻഡിവിജ്വൽസിനും കൊടുക്കും, അതുപോലെ തന്നെ ഓർഗനൈസേഷൻസിനും കൊടുക്കും. ബൈ വേരിയസ് ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫിനാൻഷ്യൽ അതുപോലെ തന്നെ നോൺ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? നമ്മുടെ എ മാർക്കറ്റ് വെയർ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ലോൺസ് ആർ ഗ്രാൻഡഡ് ടു ഇൻഡിവിജ്വൽസ് ഓർ ഓർഗനൈസേഷൻ ബൈ വേരിയസ് ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താ പറഞ്ഞത്? ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഷോർട്ട് ടേം ലോണും കൊടുക്കും, അതുപോലെ തന്നെ ലോങ് ടേം ലോണും കൊടുക്കും. ആർക്കൊക്കെ കൊടുക്കും? ഇൻഡിവിജ്വൽസിനും കൊടുക്കും, അതുപോലെ തന്നെ ഓർഗനൈസേഷൻസിനും കൊടുക്കും. ആരൊക്കെയാണ്? ബാങ്കോ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ നോൺ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ആണ് കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള മാർക്കറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? ക്രെഡിറ്റ് മാർക്കറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ. എന്തിൻ്റെ? ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രയും മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പഠിക്കുക. ഓരോന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് കൃത്യമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പാർട്ട് കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്